വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ ഇന്നലെ നമ്മെ വിട്ടിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം നടന്നു നിൽക്കുന്ന വ്യക്തിത്വം കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ അനുശോചന യോഗമാണ് നടക്കുന്നത്. എല്ലാവരും വീണ്ടും പറഞ്ഞതുപോലെ എല്ലാ മതവിശ്വാസങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ജനിച്ചാൽ എല്ലാവർക്കും ഒരു വെള്ളം ചെയ്യുന്ന കുഞ്ഞികൃഷ്ണൻ നായരെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾ ഒരുവനായി ജനങ്ങളോട് കൂടുതൽ പ്രതിബദ്ധതയോടും പ്രവർത്തിച്ചാൽ ചുരുക്കം ചില നേതാക്കളിൽ ഒരാളായിരുന്നു കുഞ്ഞികൃഷ്ണൻ നായർ. അതാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ വിയോഗ വിവരം അറിഞ്ഞതിലൂടെ വിരാമയാത്രയിലും ഇന്നലെ മുതൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞികൃഷ്ണൻ നായർ ഒരു വ്യക്തിയല്ല. കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു പ്രസ്ഥാനമാണ് എന്നാണ് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അനുശോചനം അറിയിക്കുന്നതിനുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ രാജ്മോഹൻ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവർ മറ്റ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ വിവിധ തലങ്ങളിലുള്ള ബഹുമാന്യനായ നേതാക്കൾ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഈ അനുശോചന സമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ബഹുമാന്യനായ കുഞ്ഞികൃഷ്ണൻ നായരുടെ
ദേഹവിനിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് പരിചയമുള്ളയാളാണ് ശ്രീ കെ കൃഷ്ണൻ. മാനേജർ എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിലുമാണ് ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. എന്നാൽ 1995 അദ്ദേഹം അവിഭക്ത പെരിങ്ങോം-വയക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റായ അവസരത്തിലാണ് ജനകീയ ആസൂത്രണ പദ്ധതി ആരംഭിച്ചത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പെരിങ്ങോം-വയക്കര പഞ്ചായത്തിലെ ഒരു ആർപിയായി അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിക്കുന്നതിന് നിയുക്തനായ അവസരത്തിലാണ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ കുഞ്ഞികൃഷ്ണനായരെ പരിചയപ്പെടുന്നത്. 3 പ്രധാനപ്പെട്ട സവിശേഷതകളാണ് തലമുറകൾ കണക്കിലെടുക്കാതെ എല്ലാ പൊതുപ്രവർത്തകർക്കും അദ്ദേഹത്തിൽ നിന്ന് ഭരണാധികാരി എന്ന നിലയിലുള്ള ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരിൽ നിന്ന് പഠിക്കുവാനുള്ളത് ഞാൻ കരുതുകയാണ്. ഒന്ന്, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ, പേരാവൂർ MLA ശ്രീ സണ്ണി ജോസഫ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ മരിച്ചത് 94-ാമത്തെ വയസ്സിൽ. ഒരു മനുഷ്യന് കിട്ടാവുന്ന പരമാവധി ആയുസ് അദ്ദേഹത്തിന് കിട്ടി. 60 വയസ്സാകുമ്പോൾ നമ്മളൊക്കെ ഷഷ്ടിപൂർത്തിയിലേക്ക് കടക്കും. 70 വയസ്സാകുമ്പോൾ സപ്തതിയിലേക്ക് പോകും. 84 വയസ്സാകുമ്പോൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു എന്നാണ് നമ്മുടെ സാക്ഷ്യപ്പെടുത്തുന്നത്. 90 വയസ്സ് പൂർത്തിയായാൽ നവതിയാണ്, 100 വയസ്സിന് തുല്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 94 വയസ്സ് കിട്ടിയെങ്കിലും അദ്ദേഹം മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ 94-ാമത്തെ വയസ്സിലും ഓർമ്മശക്തിക്ക് യാതൊരു കുറവുമില്ലാത്ത, ബുദ്ധിശക്തിക്ക് യാതൊരു കുറവുമില്ലാത്ത, ആരോഗ്യപരമായ യാതൊരു ദൗർബല്യവുമില്ലാത്ത പരിപൂർണ ആരോഗ്യവാനായി കഴിയുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലൊരു മഹാഭാഗ്യം തന്നെയാണ്. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റൂ. മരണം അപരിഹാര്യമായ ഒന്നാണ്. ക്ഷണിക്കപ്പെടാതെ വരുന്നൊരു അതിഥിയാണ് മരണം. പൂന്താനത്തിന്റെ ജ്ഞാനന്മാർ പറയുന്നത്, വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്ന ദേഹമൊരിടത്ത്, കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതിച്ചിടുന്ന ജീവനും അപ്പോഴേ. ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ അവരുടെ മരണവും രേഖപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ വിധിച്ചിടുന്ന കർമ്മം, ഒരാൾക്ക് ഇത്ര കൊല്ലമാണ് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ആയുസ് തീരുമ്പോൾ പന വെട്ടിയിടുന്ന പോലെ നമ്മൾ താഴെ വീഴും എന്നുള്ളതാണ് സത്യം. അതാണ് വിധിച്ചിരുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിരുന്ന ദേഹമൊരിടത്ത്, കൊതിച്ചിരുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കൊതിച്ചിരുന്ന ജീവനും അപ്പോഴേ. അപ്പൊ നമ്മളിവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ ഭൗതിക ശരീരം ഇവിടെ വീക്ഷിച്ച് ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം. ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വത്തിലൂടെ. അവസാനമായി സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിന് ഒരു കാരണവശാലും എനിക്ക് പങ്കെടുക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ സുരേഷിനോട് പറഞ്ഞു എന്നെ ഒഴിവാക്കണം. പക്ഷെ അദ്ദേഹം വിളിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു അതിൽ പങ്കെടുത്തേ മതിയാകും, പങ്കെടുത്തിരിക്കണം. എൻ്റെ 1-2 പരിപാടികൾ ഞാൻ കട്ട് ചെയ്തിട്ട്
കൃത്യമായി ഇവിടെ വന്ന ആ പരിപാടിയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. കുടുംബസമേതം എല്ലാവരുമായി ഞാൻ നിന്ന് ഫോട്ടോ എടുത്തു. പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, MP-യുമായി എനിക്ക് തനിച്ചൊരു ഫോട്ടോ വേണം. ഉമേഷൻ നായർ എന്തായിരുന്നു എന്ന് നന്നായി അറിയുന്നവരാണ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ആളുകൾ. ഈ നാടിന്റെ ഹൃദയസ്പന്ദനം അതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി ഉയർന്ന് നിരവധിയായ ചുമതലകൾ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം വിജയകരമായി നല്ല നിലയിൽ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന അദ്ദേഹത്തിന്റെ സവിശേഷതയാണ്. അദ്ദേഹം ഏറ്റവും ശക്തമായ തീരുമാനങ്ങളുടെ ഉടമയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. സൗമ്യമായ മുഖഭാവത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോഴും ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഉണ്ണികൃഷ്ണൻ നായർക്ക് പ്രത്യേകമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ചെറുപുഴയല്ല ഒരു 60 വർഷം മുൻപുള്ള ചെറുപുഴ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മലയോരത്തിന്റെ അന്നത്തെ അവികസിത അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം എല്ലാവരുമായി ചേർന്ന് അദ്ദേഹം കോൺഗ്രസിന് നേതൃത്വം നൽകുമ്പോഴും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ചുമതലകൾ വഹിച്ച് പ്രവർത്തിക്കുമ്പോഴും ഈ നാടിന്റെ ഒരു സവിശേഷത പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, ജാതി മത ചിന്താഗതികൾ ഉണ്ടായിരുന്നില്ല. ചെറുപുഴയുടെ ഒരു പൊതു നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ നായർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. MP ഇവിടെ ചൂണ്ടിക്കാട്ടി ബഹുമാന ലീഡർ ശ്രീ കെ കരുണാകരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൗഹൃദം പലപ്പോഴും അത് നേരിട്ട് കാണാൻ ഞങ്ങൾക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീ ആന്റണി AK ആന്റണിയുമായും ഉമ്മൻചാണ്ടിയുമായും കണ്ണൂരിന്റെ ബഹുമാനരായ ശ്രീ രാമകൃഷ്ണൻ നോർദിൻ സാഹിബ് ഇവരെല്ലാമായും ഉണ്ണികൃഷ്ണൻ നായർക്ക് ഏറ്റവും ശക്തമായ ഒരു വ്യക്തിബന്ധം. ഇന്നത്തെ നമ്മുടെ ബഹുമാനായ നേതാക്കന്മാർ ശ്രീ KC വേണുഗോപാൽ നമുക്കറിയാം, പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ശ്രീ KC വേണുഗോപാലും KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP-യും എല്ലാം സ്നേഹിക്കുക മാത്രമല്ല ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരിൽ പ്രമുഖരായ ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അദ്ദേഹവുമായി എനിക്കും നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പകാലം മുതൽ ഈ ചെറുപുഴയിൽ വരുമ്പോൾ പയ്യന്നൂരിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മാന്യതയുടെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നേതൃത്വത്തിന്റെ മുഖമായിരുന്നു ഉണ്ണികൃഷ്ണൻ നായർ. DCC പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോഴും എല്ലാം അദ്ദേഹവുമായിട്ട് യോജിച്ച് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചു. ഒരു കാര്യം, ഞാൻ MLA ആയതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും MLA ഹോസ്റ്റലിലെ എന്റെ മുറിയിൽ വന്ന് സൗഹൃദം പങ്കിട്ട് സംസാരിച്ചിട്ട് വിശേഷങ്ങൾ അറിഞ്ഞിട്ടൊക്കെയാണ് പോയത്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആ പ്രമുഖനായിട്ടുള്ള നേതാവിന്റെ ദേഹവിയോഗത്തിൽ ഈ നാടിന്റെ ദുഃഖം കടമറ്റി ഒഴുകുന്ന ദുഃഖമാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബക്കാരുടെ വേദന ഇവിടെ MP ചൂണ്ടിക്കാട്ടിയതുപോലെ 94 വയസ്സ് സാധാരണ രീതിയിൽ ഒരു പ്രായാധിക്യത്തിന്റെ കാലഘട്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ സുരേഷ് ഉൾപ്പെടെയുള്ള മക്കൾ കരയുന്നത്, കണ്ണീർ വാർക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. നാടിന്റെയും വീടിന്റെയും സ്നേഹവും പരിഗണനയും പരിചരണവും എല്ലാം കിട്ടിക്കൊണ്ടാണ് അദ്ദേഹം നല്ല മരണം പ്രാപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ ഈ പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഉണ്ടായിട്ടുള്ള വലിയ ദുഃഖത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ചെറുപുഴ ബസ് സ്റ്റാൻഡ് അടക്കം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. CK നയനാരെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾക്കെതിരെ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുകയും കേവലം 5500 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നയനാനെ പോലെ തന്നെ തലയെടുപ്പുള്ളൊരു നേതാവായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിരന്തരമായി എന്നെ അദ്ദേഹം ബന്ധപ്പെടാറുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായവും നിലപാടും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട്
ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്നു ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ. അദ്ദേഹം കോൺഗ്രസിന് മാത്രമല്ല സമൂഹത്തിന് മൊത്തം നന്മ മാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ പല അപവാദ പ്രചരണങ്ങൾ കൊടുക്കാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറായെങ്കിൽ പോലും കോടതി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം നേരിട്ട് ബോധ്യപ്പെടുത്തി അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും കുറ്റവിമുക്തരാക്കിയത് അദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതീകമാണെന്നുള്ളതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ കേസിൽ നിന്ന് ഒരിക്കലും കോടതി കുറ്റവിമുക്തമാക്കുമായിരുന്നില്ല. ആരോപണങ്ങൾ ആർക്കെതിരെ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, പക്ഷെ അതിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അബദ്ധജനിതമായ പ്രസ്താവനകളും തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും പരത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ഒരു തിരിച്ചടിയായിരുന്നു കോടതി വിധി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒന്നാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമല്ല സമൂഹത്തിനാകെ തീരാ നഷ്ടമാണ്. ഇത്ര പെട്ടെന്നൊരു വിയോഗം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഈ വീട്ടിൽ വന്ന ഇദ്ദേഹവുമായിട്ട് ഏറ്റവും അവസാനം കണ്ടുമുട്ടുന്ന ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ, തെലങ്കാനയിൽ നിന്ന് ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുമായിരുന്നില്ല. ഇവിടെ വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ടതുകൊണ്ടും മാത്രം അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബാംഗങ്ങളോട് എൻ്റെ അനുശോചനം അറിയിക്കുന്നു. ബഹുമാനായ ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ ഈ നാടിന് ഏറെ പ്രിയങ്കരനായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ, ജനപ്രതിനിധി, പെരുങ്ങോം-വയക്കര സംയുക്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അതുപോലെ സഹകരണ മേഖലയിൽ നിരവധിയായ സ്ഥാപനങ്ങളുടെ തലവൻ, നാടിൻ്റെ വികസന രംഗത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള നേതൃത്വം, സൗമ്യമായ പ്രകൃതം, പെരുമാറ്റം, ജനങ്ങൾക്ക് ഉള്ള വലിയ സ്വീകാര്യത, ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാനുള്ള ഏറ്റവും വലിയ ആ ഒരു സൗകര്യങ്ങൾ, ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലും ജില്ലാതലത്തിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ ചെറുപുഴ കുഞ്ഞികൃഷ്ണൻ നായരെന്നാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു പേരല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡന്റിറ്റി അതായിരുന്നു. നാടിൻ്റെ മുഖമുദ്രയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തുറ്റ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ചെറുപുഴ നിവാസികൾക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, ഈ നാടിനാകെയുള്ള വലിയ നഷ്ടം നികത്താനാവാത്തതാണ്. വലിയ ദുഃഖം. ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഏറ്റവും അടുത്ത ഒരു മുതിർന്ന നേതാവെന്ന നിലയിലുള്ള വലിയ സൗഹൃദമുണ്ടായിരുന്നു. ഞാൻ DCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള വലിയ സൗഹൃദമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ MLA ആയതിനു ശേഷമുള്ള ഒരു പ്രത്യേകത, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ പലപ്പോഴും MLA ഹോസ്റ്റലിൽ എൻ്റെ മുറിയിലായിരുന്നു വന്നത്. ആ സൗഹൃദം, വലിയ ഒരു സ്നേഹബന്ധം എല്ലാ കാലത്തും നിലനിർത്തി പോന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടൊപ്പം ഞാനും ചേരുകയാണ്. ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ വിയോഗം മലയോര കുടിയേറ്റ മേഖലയ്ക്കാകെ തന്നെ വലിയൊരു തീരാ നഷ്ടമാണ്. ഒരുപക്ഷെ ഇതുപോലൊരു നേതാവ് സമാനതകളില്ലാത്ത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം നടത്തി ജീവിച്ച് കടന്നുപോയി എന്ന് വരും തലമുറയോട് പറഞ്ഞ ഒരുപക്ഷെ അവർ വിശ്വസിക്കില്ല. അത്രമേൽ ഒരു നാടിന്റെ ഹൃദയവികാരമായി മാറാൻ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർക്ക് സാധിച്ചിട്ടുണ്ട്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന മലയോര കർഷകർക്കിടയിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ, അത് വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാമൂഹിക രംഗത്ത്, സഹകരണ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, ഈ ഒരുപക്ഷെ ചെറുപുഴയുടെയും പെരിങ്ങോം-വയക്കര പഞ്ചായത്തിന്റെയും ഈ സമീപ പ്രദേശങ്ങളുടെ ആകെ നാനോന്മുഖമായ ജീവിത പ്രശ്നങ്ങൾക്കകത്ത് അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത ഇടപെടലുകൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ 94-ാമത്തെ വയസ്സിൽ നമ്മോട് വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഈ നാട് ഒരുമിച്ച് വിളിച്ചു പറഞ്ഞത് ഇല്ല, അദ്ദേഹത്തിന് മരണമില്ല എന്ന് വിളിച്ചു പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റം,
രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന്റെ ഉന്നതമായ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരുപാട് പദവികൾ അദ്ദേഹം ലേബർ സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് പ്രസിന്റെ, അതുപോലെ തന്നെ ബിൽഡിംഗ് സൊസൈറ്റിയുടെ, ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ, പാടിയോട്ടിച്ചൽ ബാങ്കിന്റെ എല്ലാം പ്രസിഡന്റായിരുന്നു. തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടറായിരുന്നു. പയ്യന്നൂർ കോളേജിന്റെ ഡയറക്ടറായിരുന്നു. ഇതെല്ലാ സ്ഥാനത്തിരുന്നിട്ടും ഒരു സാധാരണക്കാരന് പോലും ഒരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന്റെ വാക്കിലോ നോട്ടത്തിലോ പെരുമാറ്റത്തിലോ ഇല്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരുപക്ഷെ അദ്ദേഹത്തെ അത്രമേൽ ബഹുമാനാദരവുകളോടുകൂടിയാണ് ഓരോ സാധാരണക്കാരനും നോക്കിക്കണ്ടത്. പ്രായഭേദങ്ങളില്ലാതെ ചെറിയ കുട്ടികൾ മുതൽ വന്യവയോധികർ വരെ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി കാണുകയും അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. ആരോടും ഇന്ന് വരെ ഒരു മുഷിഞ്ഞ് സംസാരിക്കുന്നത് ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു അനുഭവമില്ല. ആരോടും അദ്ദേഹം ചൂടായി സംസാരിക്കാറില്ല. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു പ്രകൃതം. തീർച്ചയായും ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായർ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. ഈ നാടുള്ളിടത്തോളം ഈ നാട്ടിലെ റോഡും പാലവും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാ വികസന പുരോഗതികളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. അദ്ദേഹത്തിന് മഹാനായ ലീഡർ ശ്രീ കെ കരുണാകരനിലുണ്ടായ സ്വാധീനം, ശ്രീ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ബന്ധം, അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാർ, മുഖ്യമന്ത്രിയും ഭരണാധികാരികളൊക്കെ ആയിരുന്നപ്പോ അവരോടുള്ള ബന്ധം എല്ലാം അദ്ദേഹം ഉപയോഗിച്ചത് ഈ നാടിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർക്ക് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചൊരു തീരാ നഷ്ടമാണ്. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനം മുതൽ KSU സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനം വരെ, KPCC മെമ്പറായിരിക്കുമ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഓരോ പദവികൾ കിട്ടുമ്പോഴും ഒരു മകനെ പോലെ സ്നേഹിച്ച് ചേർത്ത് നിർത്തി പരിഗണന അദ്ദേഹം നൽകിയിരുന്നു. ഞങ്ങളെ പോലെയുള്ള ഒരു തലമുറയെ ഈ മലയോര മേഖലയിൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക്, സംഘടനാ നേതൃനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ അതീവ താല്പര്യം അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെല്ലാം അദ്ദേഹം ഉപയോഗിച്ചത് പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടിയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ദീപ്തമായ അനശ്വരമായ ഓർമ്മകൾ എന്നെന്നും നിലനിൽക്കും. ഈ മലയോര മേഖല ഒരുപക്ഷെ കാക്കടവ് പദ്ധതി നടപ്പിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഭൂപ്രദേശം ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തില്ലായിരുന്നു. ഈ നാടിന്റെ ഈ നാടിന്റെ എല്ലാം നശിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി, ആ കാക്കടവ് പദ്ധതിക്കെതിരെ അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ സമര പോരാട്ടം. ആ പോരാട്ടം കൊണ്ടാണ് ആ കാക്കടവ് പദ്ധതി ഉപേക്ഷിക്കപ്പെടുകയും ചെറുപുഴയും ഇസ്റ്റളരിയിലും അതുപോലെ തന്നെ പെരിങ്ങോം വയക്കരയിലും ഇന്ന് കാണുന്ന തരത്തിലൊരു ജനസാന്ദ്രതയുള്ള കേരളത്തിന് തന്നെ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശങ്ങളായി ഈ പ്രദേശങ്ങളൊക്കെ മാറുകയും വികസിക്കുകയൊക്കെ ചെയ്തത് ഒരുപക്ഷെ അതിനുശേഷമാണ്. അതിലെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവന, ചെറുപുഴ ബസ് സ്റ്റാൻഡ് കെട്ടിപ്പടുക്കുന്നതിൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിൽ, പഞ്ചായത്ത് രൂപീകരിക്കുന്നതിൽ, ഈ മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ, അവയുടെ വികാസത്തിൽ എല്ലാം അദ്ദേഹത്തിന്റെ സംഭാവന അതെന്നൊന്നും ഓർമ്മിക്കപ്പെടും. അനശ്വരമായ ദീപ്തമായ സർവശ്രീ ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുകയും